നമസ്കാരം. വിചിത്രമായ അനുഭവങ്ങളാണ് ജീവിതത്തിലൂടെന്നോളം ഞാൻ കണ്ടുവരുന്നത്. നമ്മുടെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്ത, ഈ ലോകത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും ഇതൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ എന്ന് തോന്നും. സുഖമെന്നൊരവസ്ഥയുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കും. സുഖം എവിടെയാണ്? ഇതെന്റെ ഒരു അന്വേഷണമാണ്. മനുഷ്യൻ ജീവിക്കുന്ന ദുഃഖത്തോടു കൂടിയാണ്, സംഘർഷങ്ങളോട് കൂടിയാണ്. സുഖമെന്ന് പറയുന്ന ഒരു സ്വപ്നമായിട്ട് അവശേഷിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു എന്ന് തോന്നുന്നു. പണമില്ലാത്തവർക്ക് പണമില്ലാത്തതിന്റെ ദുഃഖം, പണം ഉണ്ടാക്കുന്നതിന്റെ തന്ത്രപ്പാട്, വീടില്ലാത്തവർക്ക് വീടില്ലാത്തതിന്റെ ദുഃഖം, ഒരു വീടുണ്ടാക്കുന്നതിന്റെ തന്ത്രപ്പാട്. എന്താണോ ഇല്ലാത്തത് അതിലേക്കുള്ള ഒരു ഓട്ടമാണ് മനുഷ്യന്റെ ജീവിതം. സ്നേഹിച്ച് വിവാഹം കഴിച്ചവർ വിവാഹം കഴിഞ്ഞു കഴിയുമ്പോൾ സ്നേഹമില്ലാതെ വേർപെട്ടു പോകുന്നത്, ഒരിക്കലും സ്നേഹിക്കാൻ പറ്റാതെ പോകുന്നവര്, വിധി കൊണ്ട് വിവാഹം കഴിച്ചവര്, കുട്ടികളെ നോക്കാൻ പറ്റാത്തവര്, കുട്ടികളെ പഠിപ്പിച്ച് കുട്ടികൾക്ക് വേണ്ടി ജീവിതം കുട്ടികൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവർ, ദാമ്പത്യത്തിൽ പരസ്പരം പൊരുത്തപ്പെടാൻ പറ്റില്ലെങ്കിൽ പോലും കുട്ടികൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവര്, ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മകൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുന്ന ദാമ്പത്യങ്ങൾ, വളരെ സങ്കീർണകരമായിട്ടുള്ള ഒരവസ്ഥയാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് പത്മനാഭ തിയേറ്ററിന്റെ പുറകിലുള്ള മുറിപ്പാലത്തടി മാടന്തപുരാൻ ക്ഷേത്രത്തിലെ എല്ലാ പൗർണമി ദിവസവും ഫലങ്ങൾ പറയും. 1 രൂപ നാണയമാണ് പ്രതിഫലമായിട്ട് മേടിക്കുക, ദക്ഷിണയായിട്ട്. 500 രൂപ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി കൊടുക്കും. ഇതാണ് അവിടുത്തെ ഒരു ചെലവ് വരുന്നത്. അവിടെ വരുന്ന മനുഷ്യരുടെ സങ്കടങ്ങൾ കേട്ടാൽ തീരത്തില്ല. പരിഹാരങ്ങൾ വളരെ കുറവാണ്, ചിലത് വളരെ വിചിത്രമാണ്. ഞാൻ പലതും എൻ്റെ പേജിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലത് എല്ലാവരും അറിയണം എന്നുണ്ടല്ലോ. ഞാൻ ഉദാഹരണം ഒരു കഥ പറയാം. കഥയല്ല, അനുഭവമാണ്. ഒരു കുടുംബം, ആ കുടുംബത്തിലെ ഗൃഹനായിക ഒരു നായ വളർത്തി. നായ മനുഷ്യന്റെ ഏറ്റവും കൂടുതൽ സ്നേഹം. പൂച്ചയൊക്കെ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് പൂക്കളയും, പിന്നെ നമ്മളെ കാണൂല. പക്ഷെ നായ എന്ന് പറയാം, നമ്മൾ ഒരു നേരം ആഹാരം കൊടുത്താൽ അത് വാലാട്ടി നിൽക്കും. മനുഷ്യന്റെ സ്നേഹം ഇത്രയും തിരിച്ചറിയുന്ന ഒരു മൃഗമില്ല, ഒരു നാൽക്കാലി. ഇപ്പൊ വിദേശത്തു നിന്നും ഇവിടെ നിന്നൊക്കെ പലത്തിലും ക്രോസ് ചെയ്തൊക്കെ ഒരുപാട് നായ്ക്കൾ നമ്മുടെ മുമ്പിലുണ്ട്. സ്നേഹമാണ് അവരുടെ, വാലാട്ടിക്കൊണ്ട് നമ്മളോട് ചേർന്ന് നിൽക്കുകയും നമ്മുടെ മനസ്സറിയുന്ന ഒരു മൃഗമാണ് നായ. അതിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, നായ്ക്കൾക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അവർ നമ്മളോടെല്ലാം പറയും. ഉദാഹരണത്തിന്, നമ്മുടെ വീട്ടിലൊരു നായ്ക്കുട്ടിയെ വളർത്തുന്നു. കുട്ടിക്കാലം മുതൽ അതിനെ ഇങ്ങനെ പാൽ കൊടുത്ത് വളർത്തി നമ്മുടെ കുട്ടികളെ വളർത്തുന്ന പോലെ വളർത്തുന്നു. ആ നായ് വളരെ വലുതാകുന്നു. അത് നമ്മളോട്, ആ ഭക്ഷണം കൊടുക്കുന്നവരോട് കാണിക്കുന്ന ഒരു സ്നേഹ പ്രകടനമുണ്ട്. നമ്മളെവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ഇതിങ്ങനെ ചാടി വീണ് നമ്മുടെ ദേഹത്തെ കയറിപ്പറ്റി അത് കരഞ്ഞ് നിലവിളിച്ച്, അതൊരു പ്രത്യേക ആ ഒരു പ്രകടനം മറ്റൊരു മൃഗങ്ങളിലും ഇല്ല. ഇവിടെ ഞാൻ പറയാൻ വന്നൊരു വിഷയം, കഴിഞ്ഞ ദിവസം ഒരു കുടുംബം എൻ്റെ അടുത്ത് വന്നു. ആ കുടുംബം, അവിടുത്തെ ആ ഗൃഹനായികയായ അമ്മ ഒരു നായയെ വളർത്തി. ആ നായ്ക്കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നത് അവരാണ്. അത് വളർന്നു നല്ല ഉത്തമനായിട്ടുള്ള ഒരു നായായിട്ട് മാറി. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്, അത് കുരയ്ക്കും. ഗൃഹനാഥൻ അത് ഇഷ്ടമല്ല. ഈ കുര, അസഹനീയമായ കുര. ഈ കുരയെക്കുറിച്ച് ഈ നായ്ക്കളുടെ കുരയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അർദ്ധരാത്രികളിൽ, ഞാനിപ്പോൾ പ്രേത നോവലുകൾ, മാന്ത്രിക നോവലുകൾ എഴുതുന്ന ഒരാളെന്നുള്ള നിലയിൽ പറയുക, ഈ നായ് മോങ്ങിക്കരയുന്നത് നെഗറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ ഇരുട്ടിൽ അതിന് കാണാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ലുണ്ടാവും. അതിന് നായ്ക്ക്, മനുഷ്യനുമായിട്ട് ഇത്ര അടുപ്പുള്ള നായ്ക്ക് പ്രയോജനപ്പെടുത്താൻ, അല്ലെങ്കിൽ അതിന് ദോഷമായിട്ടുള്ള എന്തോ ഒന്ന് അതിലെ പാസ് ചെയ്യുമ്പോഴാണ് ഇത് മോങ്ങിക്കരയുക. നായ് മോങ്ങുന്നു, മരണം വരും എന്നുള്ള പഴയ ആൾക്കാർ പറയും. പക്ഷെ കാലന്റെ സഞ്ചാരമാണെന്നൊക്കെ പറയും. ഇത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതിനകത്ത് ഒരുപാട് സത്യങ്ങളുണ്ട്. അപ്പൊ ഈ നായ് ഇങ്ങനെ മോങ്ങിക്കരയ അസമയത്തൊക്കെ, അത് ഈ ഉറങ്ങുന്നവർക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മുടെ ഈ നായ അസഹനീയമായി കുരയ്ക്കുകയും അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ ആ ഗൃഹനാഥൻ അവിടെ ജോലി ചെയ്യുന്ന ഒരാളോട് പറഞ്ഞു, ഇതിന്റെ ഈ കുര കൊണ്ട് സഹിക്കാൻ വയ്യ, ഇതിനെ ഒന്ന് അടിച്ചു കൊന്നേക്കാൻ. ഇതിന്റെ വരും വരായികളെ കുറിച്ച് അറിയാത്ത ആ ജോലിക്കാരൻ, ഇത്തേനെ അവിടെ ജോലി ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നു,
അവിടെ കിടന്ന ഒരു കമ്പി എടുത്തിട്ട് ഈ നായ ഭീകരമായി തല്ലിക്കൊന്നു. അത് പെടഞ്ഞു മരിക്കുക ചെയ്തു. അതിൻ്റെ ഒരു 90 ദിവസം കഴിയുന്നതിന് മുമ്പ് ഈ തല്ലിക്കൊന്ന ആൾ ആത്മഹത്യ ചെയ്തു. ഈ ഗൃഹനാഥന് മാരകമായ ഒരു രോഗം വന്ന് മരിച്ചു. നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം അന്ധവിശ്വാസം ആണെന്ന് പറയാം. പക്ഷെ ആ കുടുംബം ആ വസ്തുവും വീടും വിൽക്കാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. കാരണം എൻ്റെ അനുഭവത്തിൽ ഈ നായ ആ ഭൂമിയെ കാത്തിരുന്ന ഒരാളാണ്, എൻ്റെ കാവൽക്കാരനായി. അതിനെ ഭീകരമായ എൻ്റെ തല തല്ലിപ്പൊട്ടിച്ച് അതിനെ കൊന്നു കഴിഞ്ഞ് അതവിടെ പിടഞ്ഞു മരിച്ചു കഴിയുമ്പോൾ ആ ഭൂമിയിൽ ഏറ്റൊരു ശാപമുണ്ട്. ആ ശാപത്തിന് നമുക്ക് പരിഹാരമില്ല. ഒരു കഴിഞ്ഞ ദിവസം നമ്മുടെ ശാന്തിപിള്ള ദിനേശൻ പറഞ്ഞു, വീട്ടിൽ ഇങ്ങനൊരു നായുടെ വിഷയം ഉണ്ടായിരുന്നു. അദ്ദേഹം അത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ അമ്പലം അദ്ദേഹത്തിനെ വിളിച്ചെടുത്തിട്ട് അവിടെ പോയി പരിഹാര ക്രിയകളൊക്കെ ചെയ്തു. അത് അത്ര ഫലം ചെയ്യും എന്നുള്ളത് നമുക്കറിയത്തില്ല. ഞാനീ പറഞ്ഞു വന്നത്, ഒന്നുകിൽ നമ്മൾ ഈ നാൽക്കാലികളെ വളർത്താതിരിക്കുക, വളർത്തിയാൽ അതിൻ്റെ മനസ്സ് തിരിച്ചറിയുക, അതിൻ്റെ സ്വഭാവങ്ങൾ തിരിച്ചറിയുക. ഈ അടുത്ത കാലത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു സാറേ എൻ്റെ നായി ഇങ്ങനെ പാമ്പ് കുത്തി എന്ന് പറഞ്ഞു. ഞാൻ എന്ത് പറ്റി? അത് ഇവൻ ഭയങ്കരമായിട്ട് കിടന്ന് കുരച്ചു. ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് ഒരു നാഗം ഇതിനെ ചുറ്റിയിട്ട് കൊത്തുന്നതാണ്, കത്തുപോയി അത്. അപ്പം ഈ ഇത്തരത്തിലുള്ള നമ്മുടെ വീട്ടുകാരെ സംരക്ഷിക്കാൻ തരത്തിലുള്ള സംരക്ഷകനാണ് നായി. കഴിയുന്നതും അതിനെ ഉപദ്രവിക്കാതിരിക്കുക. അതിനെ ഈ പിന്നെ പലരും കൊണ്ട് റോഡ് വക്കിൽ കളഞ്ഞിട്ടൊക്കെ പോകും. അതിൻ്റെയൊക്കെ ഫലങ്ങൾ വളരെ വലുതാണ്. ഇപ്പൊ സന്താനങ്ങളില്ലാതെ പടർന്ന പലരുടെയും പൂർവികമായിട്ടുള്ള പൂർവ്വജന്മം നമ്മൾ എടുത്തു കഴിയുമ്പോൾ നാൽക്കാലികളെ കൊല്ലുകയോ നാൽക്കാലികളെ വിഷം വെച്ച് കൊല്ലുകയോ നാൽക്കാലികളെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചത് കുട്ടികളായിട്ട് നായ്ക്കുട്ടികളെ കുട്ടികളെ കൊണ്ടുവന്ന് ചാക്കിനകത്താക്കി റോഡിൽ കരയുമ്പോൾ ഇതെല്ലാം അലഞ്ഞു നടന്ന വണ്ടി കയറിയൊക്കെ ചാവുമ്പം ഈ കൊണ്ട് കളഞ്ഞവരുടെ ഒരു ദുരിതമുണ്ട്. അത് എത്ര ഇല്ലാന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ മുമ്പിലവരുടെ പൂർവ്വജന്മം എടുക്കുമ്പോൾ ഞാൻ കാണുന്നൊരു സത്യമാണ്. ഞാൻ ഈ പറഞ്ഞു വന്നത്, നമ്മുടെ ശാസ്ത്രത്തിന്റെ വളർച്ചയിൽ അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞാലും ചില സത്യങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിയണം. പൂച്ചയ്ക്ക് നമ്മൾ 10 ദിവസം പാല് കൊടുത്താൽ 11ാമത്തെ ദിവസം 2 ദിവസം നമ്മൾ വീട്ടിലെങ്കിൽ അതിറങ്ങി അപ്പുറത്തെ വീട്ടിൽ പോകും, നമുക്ക് പ്രശ്നമില്ല, അത് പിന്നെ വന്നാൽ മതി. പക്ഷെ നായ്ക്കൾ അങ്ങനെയല്ല. നായ്ക്കളെ ശ്രദ്ധിക്കണം, സ്നേഹിക്കണം, അതിനെ കരുതണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.